ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതാണ് എൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഇവിടെ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ജാനുവരി മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഓൾസോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഐ ഹോപ്പ് ഈ പുതിയ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായി പോകുന്നു. അപ്പോൾ ഏരീസ് നിങ്ങളുടെ മന്ത്ലി ജാനുവരി റീഡിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജി ഏരീസിന് വേണ്ടിയിട്ട് എന്താണ്? പാസ്റ്റിൽ കിങ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി, പേജ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ജാനുവരിയിൽ, 5 ഓഫ് സോർഡ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരിയിൽ, 5 ഓഫ് കപ്സ് നിങ്ങളുടെ അഡ്വൈസ്, ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടേഴ്സ്, 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ജാനുവരിയിൽ, സ്ട്രെങ്ത് നിങ്ങൾക്ക് ഔട്ട്കം ആണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഏരീസ് ഞാൻ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത്, ലിയോ എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ജാനുവരിയിൽ കുറച്ച് നിങ്ങൾക്ക് പേഷ്യൻ്റ്ലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ജാനുവരി മാസത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളോട് കുറേ പേഷ്യൻസ് വയ്ക്കാൻ ഇവിടെ യൂണിവേഴ്സ് പറയണത്. ആൻഡ് നിങ്ങൾ ചെയ്യും അത്. എന്താ ഈ ചാലഞ്ചസ് എന്തൊക്കെയാണ് പറയണ വെച്ചാൽ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യണ മാതിരി ചാലഞ്ചസ് യൂണിവേഴ്സ് തരുള്ളൂ. ഇല്ല വെച്ചാൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് അത്ര കാര്യമായിട്ട് പേടിക്കണമൊന്നുമില്ല. പക്ഷേ എന്തായാലും പേഷ്യൻ്റ്ലി കാര്യങ്ങൾ ഡീൽ ചെയ്യുക, അതാണ് ഇവിടെ അഡ്വൈസ്. ആൻഡ് ഓവറോൾ എനർജി നിങ്ങളുടെ പാസ്റ്റിൽ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു എക്വേരിയസ് എനർജിയാണ്. അപ്പോൾ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊരു കോൾഡായിപ്പോയി, ആ ഇമോഷൻസ് ഇല്ലാണ്ടേ ആയിപ്പോയി. അതല്ല വെച്ചാൽ ഇതൊരു കൗൺസിലർ, ലോയറുടെ എനർജി ആയിരിക്കാം. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ അവർ ഒരു കൗൺസിലർ ആവാൻ വിളിച്ച ഒരു ലോയർ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഇതൊരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജിയാണ്. അപ്പോൾ ആരുടെയോ കൂടെ നിങ്ങളുടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ കുറേ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. ഈ കറണ്ട് എനർജിയിൽ ജാനുവരിയിൽ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ റീച്ച് ഔട്ട് ചെയ്യും, മെസ്സേജ് ചെയ്യും. അതല്ല വെച്ചാൽ അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി ഓർക്കുന്നുണ്ട്. അതുമല്ല വെച്ചാൽ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈതർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നുണ്ടാവും, ഓറെൽസ് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിൻ്റെ ത്രൂ എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 5 ഓഫ് സോർഡ്സ് ഇതൊരു പെട്ടി എനർജിയാണ്, ഒരു ഇമ്മച്യോർ എനർജിയാണ്. ഈ പേഴ്സണിനെ കണ്ട അവർ കുറേ ടയേർഡായി, ഒരു ഒരു ഫൈറ്റിൽ ജയിച്ചിട്ടും ഒരു ജയിക്കാത്ത മാതിരി ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജിയിലാണ് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഇതിൽ വിന്നറും ലൂസറും ആരാണെന്നല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവായി തോന്നലുണ്ട് വെച്ചാൽ, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പെട്ടി എനർജിയിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് അത് വെർത്തല്ല ആ സിറ്റുവേഷൻ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ആരുടെയോ അടുത്തുനിന്ന് ഡിറ്റാച്ച് ആവുന്നുണ്ട്, വാക്ക് അവേ ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ നിങ്ങൾ ആരുടെയോ റെഡ് ഫ്ലാഗ്സ് കണ്ടിട്ടും അവരെ മിസ് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, റിഗ്രറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിനെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യണത്. പക്ഷേ അത് അല്ലാണ്ട് ഇവിടെ യൂണിവേഴ്സ് 2 ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നോക്കണില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്ക് ഇവിടെയാണ് ഫേസ് ചെയ്യണത്. അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കാണണേ ഇല്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു റെമഡി തരുന്നുണ്ട്, ഒരു സൊല്യൂഷൻ തരുന്നുണ്ട്. പക്ഷെ ആ സൊല്യൂഷനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ പാസ്റ്റിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇവിടെ ചാലഞ്ച്. നിങ്ങൾ കുറേ പാസ്റ്റിലാണ് സ്റ്റക്കപ്പ് ആയാണ്. നിങ്ങളുടെ അഡ്വൈസ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ യൂണിവേഴ്സും
നിങ്ങളോട് പറയണത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലായിരിക്കില്ല. ജഡ്ജ്മെൻറ്റ് ഒരു ഹാഷ് ജഡ്ജ്മെൻറ്റും ആവാം. നിങ്ങൾ കുറേ നിങ്ങളുടെ ബിഹേവിയറിനെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, വേറെ ആരുടെയോ ബിഹേവിയറിനെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ചൊരു കൈൻഡ്നെസ് കാണിക്കുക. എന്നുവെച്ചാൽ എല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടാക്കും, നിങ്ങളും അവരും. അപ്പോൾ അതിനെ കുറച്ച് കൂടുതൽ ജഡ്ജ് ചെയ്യാണ്ട്, ആൾക്കാരെ ജഡ്ജ് ചെയ്യാണ്ട് മൂവ് ഓൺ ചെയ്യുക. ആൻഡ് ആൾക്കാരെ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസിനെയും ജഡ്ജ് ചെയ്യാണ്ട് മൂവ് ഓൺ ചെയ്യുക. അപ്പോഴാണ് നമ്മൾക്ക് ഉള്ളിൽ പീസ് കിട്ടുള്ളൂ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ആക്ച്വലി ഒരു വലിയ ബ്യൂട്ടിഫുൾ കാർഡാണ്, 10 of Cups. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ കുറേ ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ വിഷനിൽ ഈ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവ് സൈഡ്സ് ഒന്നും കാണുന്നേ ഇല്ല. പക്ഷേ ഇത് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഔട്ട്കം ആണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ടോറസ് എനർജിയാണ്. മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. പക്ഷേ ഔട്ട്കമ്മിലൊരു ടോറസ് ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ കുറേ വർക്ക് റിലേറ്റഡ്, വർക്കഹോളിക് ടൈപ്പ് ഓഫ് പേഴ്സൺ, വെരി ഗ്രൗണ്ടഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. കുറേ ഫിനാൻഷ്യലി വെൽ ഓഫ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് കാണുന്നത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 6 of Swords. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിലുള്ള ചാലഞ്ചസ് നിങ്ങൾ വേഗം അത് ക്രോസ് ചെയ്ത് കാമർ വാട്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് പോകാൻ പോണേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പേഷ്യൻ്റ്ലി ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാം. ഇംപേഷ്യൻ്റ് ആവരുത്. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു ഫേസാണ്. അപ്പോൾ കിങ് ഓഫ് സോർഡ്സ് ഇവിടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? 9 of Swords. ഇത് കുറേ ടെൻഷൻ, സ്ട്രെസ്. ഇപ്പോൾ ഈ കിങ് ഓഫ് സോർഡ്സ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എനർജിയും ആവാം, ഇത് ഒരു വർക്കിംഗ് പേഴ്സൻ്റെ എനർജി ആവാം. നിങ്ങൾക്ക് കുറേ ഡിസിഷൻസ് എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് കുറേ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാര്യങ്ങളൊക്കെ നോക്കാൻ, അതാണ് നിങ്ങളുടെ മേ ബി അതായിരിക്കും നിങ്ങളുടെ ജോലി. കുറേ ഒരു ഇൻ്റലക്ച്വൽ ഒരു യുനോ നിങ്ങൾക്ക് എവിടെയാ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണ ജോലി, അങ്ങനത്തെ എന്തെങ്കിലും ആവാം. ഇല്ലച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ലോയർ, ഇല്ലച്ചാൽ ജഡ്ജ്, ലോ എൻഫോഴ്സ്മെൻറ്റ്, അങ്ങനത്തെ ജോലി എന്തെങ്കിലും ആയിരിക്കാം. ഒരു സി എ പറയാൻ പറ്റില്ല, പക്ഷേ യുനോ മെൻറ്റൽ എനർജി കൂടുതലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണേ ഈ ജോലിയിൽ. ആൻഡ് അതുകൊണ്ടാണ് ഇത്ര സ്ട്രെസ്, മെൻറ്റൽ സ്ട്രെസ് നിങ്ങൾ എടുക്കണത്. അപ്പോൾ ഇതൊരു പാസ്റ്റ് എനർജിയിൽ എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങളെ ജോലിയുടെ കാര്യവും ആവാം, അതുകൊണ്ട് നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്, ഇവിടെ കുറേ എങ്സൈറ്റി ഉണ്ട്. അതാണ് ഞാൻ പാസ്റ്റിൽ കാണുന്നത്. അതല്ല വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി ആരുടെയോ കൂടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്, അതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ് എടുക്കണം. ഈ പേഴ്സൺ എന്താ ഇങ്ങനെ സഡൻലി ബിഹേവ് ചെയ്യണത്, അങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ടാവുക. അവരുടെ ബിഹേവിയർ മനസ്സിലാവാണ്ടായിരിക്കും സ്ട്രെസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പേജ് സോർഡ്സ് എന്താണ് ഇവിടെ കറണ്ട് എനർജിയിൽ? 10 of Swords. അപ്പോൾ നിങ്ങൾ 9 10ലേക്കാണ് പോണത്. ഫൈനലി നിങ്ങൾക്ക് എന്തോ ഒരു ഗോസിപ്പ് ഇല്ലാത്ത ഇൻഫർമേഷനാണ് കിട്ടണേ ഈ പേഴ്സണെ കുറിച്ച്. ഈ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും, അത് ഇതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആയിയേ, പക്ഷേ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ബിട്രേഡ് ആയിട്ട് ഫീൽ ചെയ്യണത്. ഈ പേഴ്സൺ ഡയറക്റ്റ്ലി അല്ല പറയണ വെച്ചാൽ നിങ്ങൾ വേറെ ആരുടെയോ അടുത്തുനിന്ന് ഒരു നിങ്ങൾക്ക് എന്തോ കേൾക്കേണ്ട ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ബിട്രേഡായി ഫീൽ ചെയ്യണത്. അപ്പോൾ 5 of Swords ഫ്യൂച്ചറിൽ എന്താണ്? 5 of Swordsഉം ഗോസിപ്പും സാബോട്ടാജിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ 7 of Cups നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. ഈ പേഴ്സൺ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്തത്, എന്തിനാണ് അവർ ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്തത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല, ഈ പേഴ്സൻ്റെ ബിഹേവിയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. അപ്പോൾ 5 of Cups എന്തുകൊണ്ടാണ് ചാലഞ്ച്? വേൾഡ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആണ്, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു എൻഡിങ് ആണ് കാണിക്കണത്, പക്ഷെ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം അതാണ് ചാലഞ്ച്. എന്ന് വെച്ചാൽ എന്തോ ഇവിടെ കംപ്ലീറ്റ് ആയി, എന്തോ ഇവിടെ എൻഡായി, പക്ഷെ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ക്ലോഷർ ഇല്ല അതിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതാണ് ചാലഞ്ച്. ജഡ്ജ്മെൻറ്റ് ഇവിടെ എന്താണ്? ജഡ്ജ്മെൻറ്റ് ഇവിടെ 5 of Pentacles ആണ്.
അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഹാർഷാണ്, നിങ്ങളുടെ എനർജി നിങ്ങളുടെ അടുത്ത് തന്നെ കുറേ ഹാർഷാണ്, നിങ്ങളുടെ സെൽഫ് ക്രിട്ടിക്കൽ എനർജിയാണ്. അതുകൊണ്ട് എന്താവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ എനർജി ഡിപ്ലീറ്റ് ആണ് ആവണത്, കുറേ സെൽഫ് കോൺഫിഡൻസ് ലോ ആണ് ആവണത്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് ഇത്ര ഹാർഷായി ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടാക്കും. അപ്പം നമ്മളെ സെൽഫിനെ ഫോർഗിവ് ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യം അതിലേ നമ്മൾക്ക് കൺട്രോളുള്ളൂ. വേറെ ആൾക്കാർ ചെയ്യുന്ന കാര്യം അതിലെ കൺട്രോൾ നമ്മൾക്കില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് സെൽഫിനെ ഹീൽ ചെയ്യുക, സെൽഫിനെ ഫർഗിവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾക്കൊരു ബെറ്റർ ഫീലിംഗ് കിട്ടും. പക്ഷേ അത് നമ്മൾ തന്നെ നെഗറ്റീവായി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഇരുന്നാൽ അത് പിന്നെ നമ്മൾ ഹീൽ ചെയ്യാൻ നമ്മൾക്ക് വിഷമാവും. 10 of Cups ഇവിടെ ഹിഡൻ ഫാക്ടർ എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഔട്ട്കം കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, 10 of Cupsൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ആരോ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സോൾമേറ്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകണേ ഉള്ളൂ. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേഗം വരും. അവർ വരാൻ പോകുന്നുണ്ട്. ആൻഡ് അവരെ മീറ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ആൻഡ് ഈ പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നത്. അവർ മേ ബി നിങ്ങൾ ഓൾറെഡി ഇവർ അറിയാം, ഓറെൽസ് ഇതൊരു പുതിയ പേഴ്സണും ആവാം. പക്ഷേ ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്, ഇല്ലാച്ചാൽ വേഗം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? സൺ. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ്, എബണ്ടൻസ്, സോൾമേറ്റ് എല്ലാം ജാനുവരി മാസത്തിൽ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യും. ഓറൽസ് നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ടാച്ചാൽ അതൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അത് ഈ പേഴ്സൺ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാണ്, അങ്ങനത്തെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സൺ ലിയോ എനർജിയാണ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ടോറസ് എനർജി, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വെർഗോ എനർജിയാണ്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി എക്വേറിയസ് എനർജി ഉണ്ട്, ലിയോ എനർജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഏറ്റവും മേജർ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷേ ഇതാണ് നിങ്ങളുടെ ജാനുവരി റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറച്ചൊരു ഹാർഷ് റീഡിംഗ് ആണ്, പക്ഷേ എൻഡിൽ കുറേ പോസിറ്റീവായിട്ടാണ് ടേൺ ആവണത്. അപ്പോൾ അതങ്ങനെ പോസിറ്റീവായി എടുക്കുക. ആൻഡ് എന്നെ ബുക്ക് ചെയ്യണം വെച്ചാൽ, പേഴ്സണൽ റീഡിങ്ങിന് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച വെബ്സൈറ്റിൻ്റെ ത്രൂ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇമെയിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് വേഗം മെസ്സേജ് ചെയ്യുക. ലിമിറ്റഡ് സെഷൻസേ ഞാൻ ചെയ്യാറുള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.